കൊണ്ടുവന്നത്? ഹമാരി പൃഥ്വി എന്നുള്ള ലെസൺ എടുത്തു അല്ലെ? എത്ര നമ്മൾ എടുത്തിട്ട് ഫസ്റ്റ് പാരഗ്രാഫ് ആണല്ലോ പറഞ്ഞത്. ഫസ്റ്റ് പാരഗ്രാഫ് മിസ് പറഞ്ഞു. അപ്പൊ സെക്കൻഡ് പാരഗ്രാഫ് മിസ് പറയാം. ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ വായിച്ചോ മക്കളെ? ക്ലിയർ ആയോ നിങ്ങൾക്ക്? എന്താണ് അതിന്റെ മീനിങ് മനസ്സിലായോ? ഹലിമോറി എനിക്കറിയില്ല, ഞാൻ വായിച്ചിട്ടില്ല. ഹലിമയുടെ വീട് എവിടെയാ? പേജ് നമ്പർ 37. ഹലീമയുടെ വീട് എവിടെയാടി? എവിടെ? പട്ടുവം. ഓക്കെ, വരാൻ പറ്റുന്ന എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണോ നോക്കിയാണ്. ഓക്കെ, നോക്കുക. നെക്സ്റ്റ് പാരഗ്രാഫ് പേജ് നമ്പർ 37 സെക്കൻഡ് പാരഗ്രാഫ്. മോനെ വസുദേവേ, ഫസ്റ്റ് ക്ലാസ്സിൽ മോൻ ഉണ്ടായിട്ടില്ല, അപ്പൊ മോനൊന്ന് യൂട്യൂബിലെ ക്ലാസ് കാണണേ. ക്ലാസ് കാണണം, ഫസ്റ്റ് ക്ലാസ്. ഓക്കെ, അതിൽ സെക്കൻഡ് പാരഗ്രാഫ് മിസ് വായിക്കുന്നുണ്ട്, നോക്കണേ നിങ്ങള്. पृथ्वी का सूर्य के चारों ओर घूमने से ऋतु परिवर्तन होते हैं. गर्मी, सर्दी आदि ऋतुएं सूर्य के प्रकाश के बढ़ने घटने के कारण होती है. दिन रात पृथ्वी का अपनी धुरी पर घूमने से होते हैं. पृथ्वी का जो भाग सूर्य के प्रकाश के सामने आता है वहां दिन होता है, और जो भाग प्रकाश के बाहर रहता है वहां रात होती है. अपनी धुरी पर घूमते हुए दिन वाला भाग सूर्य की रोशनी से हट जाता है और वहां रात हो जाती है, तथा रात वाला भाग घूमकर सूर्य की किरणों के सामने आ जाता है. इससे उसमें दिन हो जाता है. इस तरह 24 घंटों के अंदर में पृथ्वी पर दिन और रात होते रहते हैं. മിസ് സെക്കൻഡ് പാരഗ്രാഫ് വായിച്ചു, അതിന്റെ മീനിങ് പറയാം. ആഗ്രഹം കൂടി വരുന്നുണ്ട്. ഗുഡ് ഈവനിങ് മിസ്. ഗുഡ് ഈവനിങ്. മിസ് സെക്കൻഡ് പാരഗ്രാഫ് വായിച്ചതേ ഉള്ളൂ മോളെ, അതിന്റെ മലയാളം പറയാൻ പോവാണ്, അപ്പോഴാണ് നീ എത്തിയത്. ഓക്കെ, മിസ് അത് വായിച്ചു, ഇനി അതിന്റെ മീനിങ് പറയാം. पृथ्वी का सूर्य के चारों ओर घूमने से ऋतु परिवर्तन होते हैं. നമുക്കതറിയോ എന്താണ്? അതായത് ഭൂമി തന്റെ അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ? സൂര്യനെ പറഞ്ഞില്ലേ? പറഞ്ഞിട്ടില്ലേ? നേരത്തെ പറഞ്ഞില്ലേ? ഭൂമി തന്റെ സ്വയം അച്ചുതണ്ടിൽ എന്താണ്? സൂര്യനെ ഭ്രമണം ചെയ്യുന്നു, 4 ഭാഗത്തും ചുറ്റിക്കറങ്ങുന്നു അല്ലെ? ഇപ്പൊ ഇവിടെ ഈ ഭൂമി സൂര്യന്റെ 4 ഭാഗത്തും കറങ്ങുന്നത് കൊണ്ടാണ്, സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നത് കൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഋതുപരിവർത്തൻ. ഋതുപരിവർത്തൻ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സൂര്യന് ചുറ്റും ഭൂമി ഭ്രമണം ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾക്കറിയോ കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെ ഉണ്ടാകും? നിങ്ങൾക്ക് ഇതുവരെ അറിയോ? പഠിച്ചിട്ടില്ല. ഇതുകൊണ്ടാണ് കേട്ടോ. അത് ഓക്കെ, സൂര്യനെ ഭൂമി ഭ്രമണം ചെയ്യുന്നത് കൊണ്ടാണ് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നത്. എന്താ ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞാൽ അറിയോ? അത് പല പല കാലാവസ്ഥ മാറി വരുന്നു. ഇപ്പൊ നമുക്ക് തണുപ്പാണ് അല്ലെ? മഞ്ഞിന്റെ അവസ്ഥ, തണുപ്പ് കാലം വന്നു അല്ലേ? ഇതിന് മുന്നേ ഉണ്ടായിരുന്നു നമുക്ക് മഴക്കാലായിരുന്നു അല്ലേ? അതിനു മുന്നേ നല്ല ചുട്ടുപൊള്ളുന്ന വെയില്, ചൂട് അല്ലേ? അപ്പൊ ഇങ്ങനെ മാറുന്ന ഇതാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. കാലാവസ്ഥയിൽ മാറ്റം വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇനി നിങ്ങള് മഞ്ഞ് സമയമാണ് അല്ലെ? തണുപ്പുള്ള സമയമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. എന്താ കാരണം? ഇനിയാണ് നിങ്ങൾക്ക് പല അസുഖങ്ങൾ വരാൻ പോകുന്നത്. തൊണ്ടവേദന അല്ലെ, ജലദോഷം അല്ലെ, ശ്വാസം മുട്ടുള്ളവർക്ക് ശ്വാസം മുട്ട്, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഈ കാലാവസ്ഥയിലാണ് വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോ കൊറോണ ടൈം, ഹോസ്പിറ്റലൊന്നും പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക വീട്ടില്. അധികം മഞ്ഞ് കൊള്ളാതൊന്നും പോകാതെ. ഇപ്പൊ അധികം അങ്ങനെ പുറത്ത് പോകുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? ആരും യാത്ര ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇവിടെ നോക്കുക, गर्मी, सर्दी आदि ऋतुएं सूर्य के प्रकाश के बढ़ने घटने के कारण होती है.
ചൂട് അതുപോലെ തണുപ്പ് ഇങ്ങനെയുള്ള കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്നത് ഈ സൂര്യന്റെ പ്രകാശത്തിന്റെ ആ വ്യത്യാസം കൊണ്ടാണ്, അതായത് സൂര്യന് ചുറ്റും കറങ്ങുന്നത് കൊണ്ടാണ്. दिन रात पृथ्वी का अपनी धुरी पर घूमने से होते हैं. അതേപോലെ തന്നെ നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് പകല് 12 മണിക്കൂർ അല്ലേ, രാത്രി 12 മണിക്കൂർ, 24 മണിക്കൂർ ഉണ്ട് ഒരു ദിവസം അല്ലേ. നമ്മ ഇത്ര ദിവസം ചിന്തിച്ചിട്ടുണ്ടോ നമ്മ ഒരു ദിവസം എത്ര മണിക്കൂർ ഉണ്ട് നോക്കി നമ്മ വെറുതെ പാഴാക്കി കളയുന്നത്. അപ്പൊ ആ ഒരു ദിവസം എന്ന് പറഞ്ഞത് പകല് കഴിഞ്ഞ് പിന്നെ രാത്രി വന്നു. നിങ്ങളെ ഈ മുടി ശരിയാക്കാൻ ഞാൻ വരേണ്ടി വരും നിങ്ങളെ വീട്ടിലേക്ക്. എല്ലാരും ഇങ്ങനെ മുടി തടകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പൊ ഈ രാവിലെ കഴിഞ്ഞ പോലെ രാത്രിയാകുന്നതും രാത്രി പോയി പിന്നെ വീണ്ടും രാവിലെ പ്രഭാതമാകുന്നതും ഒക്കെ ഇതിന്റെ പ്രശ്നം കൊണ്ടാണ്. എന്താണ്? ഈ സൂര്യന് ചുറ്റും ഭൂമി ഭ്രമണം ചെയ്യുന്നതുകൊണ്ടാണ്. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നതും അങ്ങനെ തന്നെ. അതുപോലെ തന്നെ രാവിലെ ഉള്ളത് രാത്രിയാകുന്നതും രാത്രി പോയി പിന്നെ പകല് വരുന്നതും ഒക്കെ ഈ ഭ്രമണം കൊണ്ട് തന്നെയാണ്. അതെങ്ങനെയാണെന്നും കൂടി പറഞ്ഞത്. എങ്ങനെയാണ് രാവിലെ ആവുന്നത്, എങ്ങനെയാണ് രാത്രി ആവുന്നത് മിസ് പറഞ്ഞുതരാം. എങ്ങനെയാണ്? പൃഥ്വി കാ ജോ ഭാഗ് സൂര്യ കെ പ്രകാശ് കെ സാമനെ ആതാ ഹേ. അതായത് സൂര്യനെ ഭ്രമണം ചെയ്യുന്ന സമയത്ത് ഗ്ലോബ് കണ്ടിട്ടില്ലേ നിങ്ങളെ? ഗ്ലോബ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? സൂര്യനെ ഭ്രമണം ചെയ്യുന്ന സമയത്ത് സൂര്യന്റെ അതേ ദിശയിൽ വരുന്ന ഭാഗത്ത് പകലാവുകയും മറ്റുള്ള ഭാഗങ്ങളില് രാത്രിയാവുകയും ചെയ്യും. വീണ്ടും അത് തിരിഞ്ഞു വരുമ്പോഴേ വീണ്ടും പകലുള്ളിടത്ത് എന്തായി മാറും? രാത്രിയായി മാറും. രാത്രിയുള്ള ഭാഗം തിരിഞ്ഞു വരുമ്പോഴേ സൂര്യന്റെ രശ്മികൾ കൊള്ളുമ്പോഴെന്തായി മാറും? പകലായി മാറും. ഇങ്ങനെ ഭ്രമണം ചെയ്തത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? രാത്രിയാവുന്നതും പകലാവുന്നതും അതുകൊണ്ടാണ്. ക്ലിയർ ആയോ? അതായത് സൂര്യന്റെ പ്രകാശം കൊള്ളുന്ന ഭാഗത്ത് ഭൂമി ഭ്രമണം ചെയ്യുന്ന സമയത്ത്, സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൂര്യന്റെ രശ്മികൾ പതിയുന്ന ഭാഗത്ത് രാവിലെയാവും. അപ്പൊ മറ്റുള്ള ഭാഗം ഗോളാകൃതിയല്ലേ, അപ്പൊ മറ്റേ ഭാഗത്ത് എന്തുണ്ടാവും? ഇരുട്ട്, രാത്രിയാവും. വീണ്ടും അതിങ്ങനെ കറങ്ങി വരുമ്പോ ആ ഇരുട്ടുള്ള ഭാഗം മുന്നോട്ട് കയറി വന്ന് എവിടെ എത്തും? പ്രകാശമുള്ള ഭാഗത്ത്. അപ്പൊ അവിടെ പകലാവും. അപ്പൊ ഈ പകലുണ്ടായിരുന്ന ഭാഗം തിരിഞ്ഞു പോകുമ്പോ അവിടെ രാത്രിയാവും. അങ്ങനെയാണ് രാവും പകലും കൂടി 24 മണിക്കൂർ അങ്ങനെ മാറി മാറി വരുന്നത്. ആ ഒരു ഇത് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, नेक्स्ट अपनी धुरी पर घूमते हुए दिन वाला भाग सूर्य की रोशनी से हट जाता है और वहां रात हो जाती है तथा रात वाला भाग घूमकर सूर्य की किरणों के सामने आ जाता है. अपनी धुरी पर घूमते हुए दिन वाला भाग, തന്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേ ദിവസം പകലുണ്ടായിരുന്ന ഭാഗം സൂര്യ की रोशनी से हट जाता है, സൂര്യന്റെ പ്രകാശത്താൽ അല്പം മാറുമ്പോഴേ और वहां रात हो जाती है, അപ്പൊ അവിടെ വീണ്ടും രാത്രിയായി മാറുന്നു. तथा रात वाला भाग घूमकर सूर्य की किरणों के सामने आ जाता है. ഇനി ആ രാത്രി ഉണ്ടായിരുന്ന ഭാഗം വീണ്ടും കറങ്ങി സൂര്യന്റെ പ്രകാശത്തിന്റെ മുന്നിലെത്തുമ്പോഴേ इससे उसमें दिन हो जाता है, അപ്പൊ അതില് രാവിലെയാകുന്നു. ആ ഭാഗങ്ങൾ ആ സ്ഥലങ്ങളിലൊക്കെ പകലുണ്ടാവുന്നു. ഈ തരം ഇതേപോലെ 24 घंटों के अंदर 24 മണിക്കൂറിന്റെ വ്യത്യാസം पृथ्वी पर दिन और रात होते रहते हैं. ആ 24 മണിക്കൂറിന്റെ വ്യത്യാസമാണ് പകല് രാത്രി. 12 മണിക്കൂർ പകല് കഴിയുമ്പോൾ എന്തായി മാറുന്നു? രാത്രി തുടരുന്നു അല്ലെ. രാത്രി 12 മണിക്കൂർ കഴിയുമ്പോൾ കൃത്യം പകലായി മാറുന്നു. ഇങ്ങനെയാണ് 24 മണിക്കൂറിന്റെ വ്യതിയാനം വരുന്നത് ഈ ഒരു ഭ്രമണം കൊണ്ട് മാത്രമാണ്. ക്ലിയർ ആയോ മക്കളെ? നെക്സ്റ്റ് പേജ് നമ്പർ 38. पृथ्वी की ऊपरी सतह को धरातल या സ്ഥലമണ്ഡൽ कहते हैं. ഭൂമിയുടെ ഏറ്റവും മുകളിലുള്ള പാളിയെ ഊപ്പരി സതഹ് എന്ന് പറഞ്ഞാൽ മേൽപ്പാളിയെ നമ്മൾ സ്ഥലമണ്ഡൽ എന്ന് വിളിക്കുന്നു. സ്ഥലമണ്ഡൽ അല്ലെങ്കിൽ ധരാതൽ. ഭൗമോപരിതലം, അതിന്റെ ശരിയായ മീനിങ് എന്താണ് മലയാളം? ഭൗമോപരിതലം. ഭൂമിയുടെ ഏറ്റവും മുകളിലുള്ള പാളിയെ നമ്മൾ ഭൗമോപരിതലം എന്ന് വിളിക്കുന്നു. ഈ സ്ഥലഭാഗമേ ഹമാരെ 7 മഹാദ്വീപ് ഹെ. ഈ ഭൗമോപരിതലത്തിൽ നമുക്ക് എത്ര? 7 മഹാദ്വീപുകളുണ്ട്. 7
മഹാദ്വീപുകളുണ്ട്. ഏതൊക്കെ മഹാദ്വീപുകളാണ്? ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, ഉത്തരീയ അമേരിക്ക, ദക്ഷിണീയ അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. അത് മക്കൾ പഠിച്ചതല്ലേ സോഷ്യലിലെ? ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. അതാണ് ഉത്തരീയ അമേരിക്കയും ദക്ഷിണീയ അമേരിക്കയും. അല്ലാണ്ട് ഹിന്ദിയിൽ വേറെ അമേരിക്ക ഒന്നും വന്നിട്ടില്ല. വടക്കേ അമേരിക്കക്ക് തെക്കേ അമേരിക്കയും പറഞ്ഞ പേരാണ് ഉത്തരീയ അമേരിക്ക, ദക്ഷിണീയ അമേരിക്ക. അമേരിക്ക എന്നുണ്ട്, അമേരിക്ക എന്താ വായിക്കുമ്പോ അമേരിക്ക തന്നെ. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, ഉത്തരീയ അമേരിക്ക, ദക്ഷിണീയ അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക എന്നത് കണ്ടോ നിങ്ങൾ ഹിന്ദിയിലെ? അന്റാർട്ടിക്ക, അന്റാർട്ടിക്ക എന്താ? അതൊക്കെ എഴുതി പഠിക്കണേ. അപ്പൊ 7 ദ്വീപുകളുണ്ട്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, ഉത്തരീയ അമേരിക്ക, ദക്ഷിണ അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. നെക്സ്റ്റ്, पृथ्वी का जो भाग जल में है उसे हम जलमंडल कहते हैं. ഇനി പൃഥ്വിയുടെ ഭൂമിയുടെ ഒരു ഭാഗം ജലത്താൽ ചുറ്റപ്പെട്ടിടക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അത് നമ്മൾ ജലമണ്ഡലം, ജലോപരിതലം എന്ന് പറയുന്നു. ജലോപരിതലം. മഹാദ്വീപോ കി തരഹ് 5 മഹാസാഗർ ഭി ഹൈ. ഈ മഹാദ്വീപുകൾ ഉള്ളതുപോലെ തന്നെ നമുക്ക് 5 ഉൾക്കടലുകൾ ഉണ്ട് അല്ലെ? ഉൾക്കടലുകൾ എന്തൊക്കെയാണ്? പ്രശാന്ത മഹാസാഗർ, ഹിന്ദ് മഹാസാഗർ, അറബ് സാഗർ, ഉത്തരീ ഹിന്ദ് മഹാസാഗർ, ദക്ഷിണീ ഹിന്ദ് മഹാസാഗർ. ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ കേട്ടിട്ടുണ്ടാ? ആദ്യമായിട്ട് കേൾക്കുന്നതാണോ നിങ്ങള്? ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടല് ഇതെല്ലാം പറഞ്ഞ ആദ്യമായിട്ടാണോ? കേൾക്കുമ്പോ ഇങ്ങനെ അന്തം വിളിച്ചിരിക്കുന്നുണ്ടല്ലോ. ജോയൽ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ? വസുദേവേ പ്ലീസ് വീഡിയോ ഓൺ ചെയ്ത മോനെ. അപ്പൊ നമുക്ക് 7 മഹാദ്വീപുകൾ കൂടാതെ നമുക്ക് 5 മഹാസാഗരങ്ങൾ, ഉൾക്കടലുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? പ്രശാന്ത മഹാസാഗർ, ഹിന്ദ് മഹാസാഗർ, അറബ് സാഗർ, ഉത്തരീ ഹിന്ദ് മഹാസാഗർ, ദക്ഷിണ ഹിന്ദ് മഹാസാഗർ. पृथ्वी का आंतरिक भाग इनी ഭൂമിയുടെ ഉള്ളിലുള്ള ഭാഗം ഗരം ഗ്യാസോം और उबलते हुए लावे से भरा है. അയ ചൂടുള്ള ലാവ കൊണ്ട് എന്താണ് നിറഞ്ഞിരിക്കുകയാണ് അല്ലേ? അഗ്നിപർവ്വതങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ ലാവ ഇങ്ങനെ തിളച്ച് പൊന്തിട്ട് അങ്ങാണ് ഭൂമി പിളർന്ന് ഇങ്ങനെ അഗ്നിപർവ്വതങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? ഒരുപാട് ഭൂമിയുടെ ഉള്ളിൽ എന്താണ്? ലാവകള്, ചൂടുള്ള തിളച്ചു മറിയുന്ന അങ്ങനെ രീതിയിലുള്ള ലാവകൾ ഉണ്ടെന്നാ പറയുന്നത്. ഭൂമിയുടെ അടിയിൽ പറഞ്ഞാൽ ഏറ്റവും അടിയിൽ. ഹം സബ് പ്രാണി പൃഥ്വിക്ക് ഊപ്പരി സതഹ് പർ രഹത്തെ ഹൈ. നമ്മളെ എല്ലാ പ്രാണികളും എന്ന് പറഞ്ഞാല് എല്ലാ ജീവജാലങ്ങളും എന്നാണ് അർത്ഥം. എല്ലാ ജീവജാലങ്ങളും എവിടെയാണ് താമസിക്കുന്നത്? ഭൂമിയുടെ ഏറ്റവും മുകളിലുള്ള തട്ടിലാണ്. അതിനെ ഭൗമോപരിതലം എന്ന് പറയുന്നു. ഭൗമോപരിതലത്തിലാണ് എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത്. ജഹാം ജീവജന്തുവും കെ രഹ്നയോഗ്യ വാതാവരൺ ഹേ. ഇവിടെ ജീവജാലങ്ങൾക്ക് താമസിക്കാനുള്ള അന്തരീക്ഷമുണ്ട്. പൃഥ്വി പർ പേട് പൗധേ വനസ്പതിയാം. ഈ ഭൂമിയിലെ പേട് പൗധേ വനസ്പതി എന്ന് പറഞ്ഞാൽ രണ്ടും സസ്യങ്ങൾ എന്നർത്ഥം. സസ്യജാലങ്ങള്, മരങ്ങള്, വൃക്ഷങ്ങള്. വനസ്പതി എന്ന് പറഞ്ഞാൽ സസ്യജാലങ്ങള്. അനാജ് ധാന്യങ്ങള്, ഫൽ ഫൂൽ പഴങ്ങള്, പൂക്കള്. और कई प्रकार के खाद्यान्न भी उगाए जाते हैं. പിന്നെ പലതരത്തിലുള്ള ഭക്ഷണത്തിന് യോജ്യമായ ഒരുപാട് വസ്തുക്കൾ നമുക്ക് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇല്ലേ? ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നില്ല. നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആഹാരത്തിന് ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ലഭിക്കുന്നത് ഭൂമിയിൽ നിന്നാണ്. പൃഥ്വി ഹി ഹമാര പാലൻ പോഷൺ കർത്തി ഹെ. ഭൂമി തന്നെയാണ് നമ്മളെ വളർത്തുന്നത്. എന്താണ് ആതിരെ ചിരിച്ചോണ്ടിരിക്കുന്നത്? ആരാണ് അവിടെ ഉള്ളത്? ഇടയ്ക്ക് ഇങ്ങനെ ആരോ നോക്കുന്നുണ്ട്. എന്തെങ്കിലും ചിരിച്ചോണ്ടിരിക്കുന്നേ? ആരും കോമഡി പറഞ്ഞതാ? അല്ലെങ്കിൽ കോമഡി കേട്ടിട്ടാണെങ്കിൽ മിസ്സിനോട് പറ, മിസ്സും ചിരിക്കട്ടെ. കുറെ നാളെ കോമഡി ഒന്നും കേട്ടിരുന്നു. പറഞ്ഞേ, എന്താണ് ചിരിക്കുന്നെന്ന്?
ആരാണ് അവിടെ ഉള്ളത്? മിസ് എന്റെ വെല്ലമ്മേന്റെ ചേട്ടായിമാരാണ്. അവിടെ ഉണ്ടോ? അവര് നിന്നോട് എന്താ പറഞ്ഞു? നിന്നോട് ഒന്നും പറഞ്ഞില്ല. അത് മിസ്സേ അവര് പോവാന്ന് പറഞ്ഞ അവര് ദൂരാന്നേ, ഹൈദരാബാദിലുള്ളവരാ. ഓ അതെയാ, അപ്പൊ അവര് ഇറങ്ങിയിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? അവര് വന്നത് പിന്നെ ക്വാറന്റൈനിലും കഴിഞ്ഞ് ഇറങ്ങി ഇവിടെ കാണാൻ വന്നതാ. ഓ അതെയാ, അപ്പൊ ക്ലാസ്സിന്റെ ടൈമിലാണ് അവർ ഇറങ്ങുന്നതും അല്ലേ? അതാണ് അവൾക്ക് ആകെ ഒരു ബുദ്ധിമുട്ട്. അവൾക്ക് ക്ലാസ്സിൽ നിന്നും പറയാനും പറ്റുന്നില്ല, ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്, എല്ലാം കൂടി ഒരു ബുദ്ധിമുട്ട്. കൊറേ നാള് കൂടി കാണുന്ന ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം കാണുന്നതേ ഉള്ളൂ. അതിന്റെ ഒരു ബുദ്ധിമുട്ട്. കളിക്കാൻ സമയം കിട്ടിയില്ല അല്ലേ? ആ അപ്പോഴേക്കും ക്ലാസ്സും തുടങ്ങിയില്ലേ അല്ലേ? സാരില്ല, ഓക്കെ, കുറച്ച് ക്ഷമിക്കട്ടോ. ആ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത എന്താണ് അതിൽ പറഞ്ഞത്? അതുകൊണ്ട് പൃഥ്വി ഹമാര പാലൻ പോഷൺ കർത്തി ഹേ, ഭൂമിയാണ് നമ്മളെ വളർത്തുന്നത് എന്ന് പറയാം. നമ്മളെ വളർത്തുന്നത്, നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്നത് ഭൂമിയിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മളെ വളർത്തുന്നത് ആരാണെന്ന് പറയാം? ഭൂമി. ഇസലിയെ ഇസേ ഹം ധർത്തി മാതാബി കഹ്താ ഹേ, ഇതുകൊണ്ടാണ് നമ്മൾ ഭൂമിയെ ഭൂമി മാതാവ് എന്ന് വിളിക്കുന്നത്. മാതാവ് പറഞ്ഞാൽ അമ്മ, ഭൂമി മാതാ അല്ലേ? നമ്മൾ ഭൂമിയെ അമ്മയായി കണക്കാക്കുന്നില്ലേ? അതിനൊന്നും സമയമില്ല അല്ലേ? നമുക്ക് അതിനൊന്നും നോക്കാനും സമയമില്ല. വീട്ടിലെ അമ്മേനെ നോക്കാൻ സമയമില്ല എന്ന് പറയും അല്ലേ? ഓക്കെ. पृथ्वी के जल से ऊपर दिखाई देने वाले भाग को महाद्वीप भी कहते हैं. ജസ്റ്റസ് ഇടക്ക് സ്റ്റക്ക് ആയി പോയ മോനെ, ഇടക്ക് കട്ടായിരുന്നോ? ആ മിസ്സേ, കറണ്ട് പോയി മിസ്സേ. ഓഹോ, ഓക്കെ, ഇപ്പൊ റെഡി ആയില്ലേ? ഓക്കെ. पृथ्वी के जल से ऊपर दिखाई देने वाले भाग को महाद्वीप भी कहते हैं. ഭൂമിയുടെ ജലോപരിതലം കഴിഞ്ഞ് ബാക്കി വരുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ മഹാദ്വീപുകൾ എന്ന് വിളിക്കുന്നത്. ജലസേ ഭരേ ഭാഗ് മഹാസാഗർ കഹ്ലത്തെ ഹെ, അതുപോലെ ജലം മാത്രം നിറഞ്ഞെടുക്കുന്ന ഭാഗത്ത് നമ്മളെ ഉൾക്കടലുകൾ, മഹാസാഗരങ്ങൾ എന്ന് വിളിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രം, മഹാസമുദ്രം എന്ന് പറഞ്ഞില്ലേ? അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ഉൾക്കടൽ എന്ന് പറയാം, മഹാസമുദ്രം എന്നും പറയാം. इन महासागरों से भी हमें सागरीय भोजन जैसे मछली आदि मिलते हैं. ഇങ്ങനെയുള്ള അത് ഉൾക്കടൽ, കടല്, അത് അങ്ങനെയുള്ള കടൽ മാർഗത്തിൽ ജലോപരിതലത്തിൽ നിന്നാണ് നമുക്ക് സാഗരീയ ഭോജനം എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ. എന്തൊക്കെയാണ്? ഫിഷ് അല്ലേ? കടലിൽ നിന്ന് കിട്ടുന്നതിന് ഫിഷ് ഇല്ലല്ലോ. ആ ഫിഷ്, അങ്ങനെയുള്ള ആ സാധനങ്ങൾ, ഉപ്പ്, ഇങ്ങനെയുള്ള കടൽ ഭക്ഷണങ്ങൾ ലഭിക്കുന്നത് നമുക്ക് ഈ കടലിലൂടെയാണ്. പൃഥ്വി പർ കരോടോ പ്രാണി രഹത്തെ ഹെ, നമ്മുടെ ഭൂമിയിലെ കോടിക്കണക്കിന് പ്രാണികൾ മീൻസ് ജീവജാലങ്ങൾ ജീവിക്കുന്നുണ്ട്. കരോടോ കോടിക്കണക്കിനാണ് അതിന്റെ അർത്ഥം. പൃഥ്വി പർ കരോടോ പ്രാണി രഹത്തെ ഹെ, അതായത് ഭൂമിയിലെ കോടിക്കണക്കിന് ജീവജാലങ്ങൾ ജീവിക്കുന്നുണ്ട്. പൃഥ്വി ഹം സഭി പ്രാണിയോ കാ ഘർ ഹെ, ഭൂമി നമ്മുടെ എല്ലാവരുടെയും, എല്ലാ ജീവജാലങ്ങളുടെയും വീട് കൂടിയാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളുടെയും, പക്ഷികളുടെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും ഒക്കെ ജീവനുള്ള വസ്തുക്കളുടെ എല്ലാം വീട് തന്നെയാണ് ഏത് ഗ്രഹം? ഭൂമി. ഓക്കെ ആണോ? മിസ് പറഞ്ഞ ക്ലാസ് മനസ്സിലായോ? ലെസൺ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ജസ്റ്റസ് മനസ്സിലായ മോനെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തോ ചെറിയൊരു തൃപ്തി അല്ലാത്ത രീതിയിലുള്ള യുദ്ധം എവിടെയെങ്കിലും മനസ്സിലാകാത്തുണ്ടോ മോനെ? ജസ്റ്റസ് ചോദിച്ചോ, എന്തെങ്കിലും മനസ്സിലാകാത്ത ഭാഗം? കടല് കഴിഞ്ഞിട്ടുള്ള ഒരു പാരഗ്രാഫ് ഇല്ലേ, കടലിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള. കടലിന് കഴിഞ്ഞിട്ടുള്ളതാ? പിന്നെ പൃഥ്വിക ആന്തരിക ഭാഗം തുടങ്ങുന്നതാ? അതന്നെ. അതാ മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം. പൃഥ്വിക ആന്തരിക ഭാഗം ഗരം ഗേസവും और उबलते हुए लावे से भरा है. അതായത് ഭൂമിയുടെ ഉൾഭാഗം, ആന്തരിക ഭാഗം എന്ന് പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ എന്ന് പറയില്ലേ, ഏറ്റവും താഴെ, അങ്ങ് താഴെ, അവിടെ എന്തുണ്ട്? ചൂടുള്ള ഗ്യാസ്, അതുപോലെ ലാവ എന്ന് പറഞ്ഞ തിളച്ചു മറിയുന്ന രീതികള്, ലാവകൾ പൊട്ടിയിട്ടില്ലേ അഗ്നിപർവ്വതങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്, അറിയില്ലേ? അത് നന്നായിട്ട് ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എപ്പോഴും തിളച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വസ്തുവാണ് ഈ ലാവ. അപ്പൊ ഈ ലാവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭൂമിന്റെ ഏറ്റവും അടിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്, ഉള്ളിന്റെ ഉള്ളിലുണ്ട്. അതാണ് ആന്തരിക ഭാഗം എന്ന് കൊടുത്തിരിക്കുന്നത്.
हम सब प्राणी पृथ्वी की ऊपरी सतह पर रहते हैं. നമ്മൾ എല്ലാ ജീവജാലങ്ങളും സബ് പ്രാണി എന്ന് പറഞ്ഞാല് എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ ഏറ്റവും മുകളിലുള്ള തട്ടില് ഊപ്പരി സതഹ് എന്ന് പറഞ്ഞാൽ ഭൗമോപരിതലം അവിടെയാണ് ജീവിക്കുന്നത് അല്ലെ. നമ്മ ഭൂമിയുടെ ഉള്ളിനുള്ളിലാണോ താമസിക്കുന്നത്? ഏറ്റവും മുകളിലുള്ള തട്ടിലാണ് അല്ലെ. ജഹാൻ ജീവജന്തുവൊക്കെ രഹനയോഗ്യ വാതാവരണ. ഇവിടെയാണ് ഈ ഭൂമിയുടെ ഏറ്റവും മുകളിലുള്ള തട്ടില് ഭൗമോപരിതലത്തിലാണ് ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ യോഗ്യമായ അന്തരീക്ഷം പരിസ്ഥിതി ഉള്ളത്. ചുറ്റുപാടുള്ളത് ഈ ഭൂമിയുടെ ഏറ്റവും മുകളിലുള്ള ഭാഗത്താണ്. पृथ्वी पर पेड़ पौधे वनस्पतियां अनाज फल फूल और कई प्रकार के खाद्यान्न भी उगाए जाते हैं. പിന്നെ ഭൂമിയിൽ നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നു? ഭൂമിയിൽ നമുക്ക് സസ്യജാലങ്ങൾ അല്ലേ, അതായത് വൃക്ഷങ്ങള് മരങ്ങളൊക്കെ ഉണ്ട്, ചെടികളുണ്ട്, പൂക്കളുണ്ട്. ക്ലിയർ ആകുന്നില്ല. വീഡിയോ ഓഫ് ചെയ്യണോ? ക്ലിയർ ആവുന്നില്ല. അതെന്താ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുന്നത്? എനിക്ക് അതെയാ, ഓക്കെ, അന്നാ ചെയ്തോളൂ, ഓഫാക്കി ചെയ്തോളൂ. പ്രത്യേകിച്ച് പെർമിഷൻ വാങ്ങണേ ഓഫാക്കി ഇരിക്കുമ്പോൾ, വെറുതെ ഇരിക്കരുത്. ജുവാൻ എന്താ ലേറ്റ് ആയത്? മിസ് ചെറിയ ട്രാവലിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു, അതാ. അതെ, ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? അപ്പൊ ഈ ഭൂമിയിലെ സസ്യജാലങ്ങളുണ്ട്, മരങ്ങള്, വൃക്ഷങ്ങള്, പൂക്കളൊക്കെ ഉണ്ട്, ചെടികളുണ്ട്, അതുപോലെ ധാന്യങ്ങളുണ്ട്. നമുക്ക് ഭക്ഷണത്തിന് യോഗ്യമായ പല വസ്തുക്കളും ലഭിക്കുന്ന നമുക്ക് ഭൂമിയിൽ നിന്നാണ്. പൃഥ്വി ഹമാര പാലൻ പോഷൺ കർത്തഹ്യ. ഭൂമി തന്നെയാണ് നമ്മളെ വളർത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കുടിക്കാനുള്ള വെള്ളം ലഭിക്കുന്നത് ഭൂമിയിൽ നിന്നാണ്, നമുക്ക് ഭക്ഷിക്കാനുള്ള എല്ലാ സാധനങ്ങളും ലഭിക്കുന്നതും ഭൂമിയിൽ നിന്നാണ്. ഇസലിയേ ഇസേ ഹം ധർത്തി മാതാ ഭി കഹത്തെ ഹൈ. അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയെ എന്തുകൂടി വിളിക്കാം? ധർത്തി മാതാ എന്ന് കൂടി വിളിക്കാം. ധർത്തി മാതാ എന്ന് പറഞ്ഞാൽ ഭൂമി മാതാവ്, ഭൂമിയെ അമ്മയായി കണക്കാക്കാം. ധർത്തി എന്ന് വെച്ചാൽ എർത്താണോ? ധർത്തി പറഞ്ഞാല് എർത്ത്, പൃഥ്വിയാണ്, ഭൂമി, ഭൂമിയുടെ പര്യായല്ലേ ധർത്തി, പൃഥ്വി, ഭൂമി. ധർത്തി മാതാവാണ് ഭൂമി മാതാവ് കേട്ടോ. पृथ्वी के जल से ऊपर दिखाई देने वाले भाग को महाद्वीप भी कहते हैं. ഭൂമിയുടെ അതായത് ജലം ഒഴികെ ബാക്കി വരുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ മഹാദ്വീപുകൾ എന്ന് വിളിച്ചിരുന്നത്. ഏഷ്യ നമ്മൾ പറഞ്ഞില്ലേ. ജലസേ ഭരേ ഭാഗ് മഹാസാഗർ കഹ്ലാത്തെ. ജലം നിറഞ്ഞിരിക്കുന്ന ഭാഗത്തെ, ജലോപരിതലമുള്ള ഭാഗത്തെയാണ് നമ്മള് മഹാസാഗരങ്ങൾ എന്ന് വിളിച്ചിരുന്നത്. മഹാസാഗർ എന്ന് പറഞ്ഞാൽ ഉൾക്കടൽ, മഹാസമുദ്രങ്ങള്. इन महासागरों से भी हमें सागरीय भोजन जैसे मछली आदि मिलते हैं. ഈ മഹാസമുദ്രത്തിലൂടെ അല്ലെങ്കിൽ കടലിൽ നിന്നാണ് നമുക്ക് കടലിലുള്ള ഭക്ഷണ സാധനങ്ങൾ നമുക്ക്. കടലിലെ ഭക്ഷണ സാധനം ഉപ്പ്, അതുപോലെ മത്സ്യങ്ങള്, ഏത് തരത്തിലുള്ള മത്സ്യങ്ങളും നമ്മൾ കഴിക്കുന്നത് ഈ കടലിലൂടെയുള്ള ലഭിക്കുന്നതാണ്. പൃഥ്വി पर കരോടം പ്രാണി രഹത്തെ ഹൈ. ഭൂമിയിലെ കോടിക്കണക്കിന് ജീവജാലങ്ങള് താമസിക്കുന്നുണ്ട്. പൃഥ്വി ഹം സഭി പ്രാണിയോ കാ ഘർ ഹൈ. പ്രാണിയോ എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ എന്നാണ് അർത്ഥം കേട്ടല്ലോ. അപ്പൊ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും വീട് എന്ന് തന്നെ പറയാം. ഇപ്പൊ ക്ലിയർ ആയോ ജസ്റ്റസ്? ഓക്കെ മക്കളെ, അല്ല ജസ്റ്റസിനോടൊന്നും മാത്രല്ല, ജീവ എന്താ സ്റ്റക്കായി പോയെ? ജസ്റ്റസിനോട് മാത്രല്ല എല്ലാവരോടും കൂടിയാണ് ചോദിച്ചത്. മിസ് പറഞ്ഞ ആ ലെസൺ മനസ്സിലായോ? ഹമാരി പൃഥ്വി എന്നുള്ള ലെസൺ. ജുവാന ക്ലാസ് കുറച്ച് ഭാഗം കട്ടായില്ലേ? അതൊന്ന് യൂട്യൂബിൽ കാണണേന്ന് തന്നെ. എല്ലാവർക്കും മനസ്സിലായോ മോനെ ഹമാരി പൃഥ്വി എന്നുള്ള ലെസൺ? ആകെ ടെൻഷൻ ഇല്ലാന്നല്ലേ? കാരണം എന്താ പറയുക, ഒന്ന് ഇടുന്ന മിസ് ഹമാരി പൃഥ്വിനെ കുറിച്ച് പറയുന്നു, ഏട്ടന്മാര് അതിലേ കൂടെ പോകുന്നു, എല്ലാം കൂടി കൺഫ്യൂഷൻ ആയി. അവൾക്ക് ക്ലാസ് കട്ട് ചെയ്യാനും കഴിയുന്നില്ല. എന്നാലും വെരി ഗുഡ് ആണ്. അതിൽ എന്താണെന്ന് വെച്ചാല് നിങ്ങളാണെങ്കിൽ ഇപ്പൊ വീഡിയോ ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ അവരോട് കഥ പറയാൻ വേണ്ടി പോകും, ബാക്കിയുള്ളവരാണെങ്കിൽ അല്ലെ. വീഡിയോ നെറ്റ് പ്രോബ്ലം ആണെന്ന് മിസ് എന്ന് പറയും. പക്ഷെ അവരങ്ങനെ ചെയ്തില്ല. അതിൽ എനിക്ക് അവളോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ അപ്പൊ ഈ ലെസൺ നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്. അപ്പൊ നിങ്ങൾ വായിക്കില്ല എല്ലാവരും? കുറച്ച് പേര് ഒന്ന് കുറച്ചായിട്ട് വായിച്ചു ഒന്ന് എല്ലാവരും. കുറച്ച് ശ്രീവിഷ്ണു ഒന്ന് ഫസ്റ്റ് വായിച്ചു മോനെ. ശ്രീവിഷ്ണു സ്റ്റക്കാണ്. ശ്രീവിഷ്ണു തുടങ്ങിക്കും മോനെ. ഹമാരി പൃഥ്വി. ഓരോരുത്തരും വായിക്കുന്നത് നോക്കണേ, കാരണം നിങ്ങൾ നെക്സ്റ്റ് വായിപ്പിക്കുമ്പോ ആ വായിച്ചതിന്റെ ബാക്കിയാണ് നിങ്ങൾ വായിക്കേണ്ടത്.
അപ്പൊ ഓരോരുത്തരും വായിക്കുന്ന സെന്റൻസ് കൃത്യമായിട്ട് നോക്കിയിരിക്കുക. ഹലീമെ വായിക്കാൻ കിട്ടാത്ത ഭാഗങ്ങളെല്ലാം പെൻസിൽ കൊണ്ട് അവിടെ മാർക്ക് ചെയ്യും. മലയാളത്തിലോ എവിടെയെങ്കിലും എഴുതി വെക്കും. ഓക്കെ, ഹമാരി പൃഥ്വിയുടെ ലെസൺ ശ്രീ വിഷ്ണു കുറച്ച് വായിച്ചു കൊടുത്തേ. വായിക്കാൻ പോ. ഓക്കെ, ശ്രീ വിഷ്ണു ഇടക്ക് സ്റ്റക്ക് ആയി പോകും അല്ലെ? റേഞ്ച് ഇല്ല. ഓക്കെ, എന്നാ ആതിര വായിച്ചോളൂ മോളെ. ശ്രീ വിഷ്ണു പോട്ടെ, ശ്രീ വിഷ്ണു കുറച്ച് ഇതാവട്ടെ, നെറ്റ് പ്രോബ്ലം ആകുന്നുണ്ട്. ആതിര വായിച്ചോളൂ. എല്ലാരും നോക്കണേ, ടെക്സ്റ്റ് ശ്രദ്ധിക്കുക. हमारे सौरमंडल में 8 ग्रह है, उनमें से पृथ्वी भी एक है। अंकार की दृष्टि से यह पांचवा ग्रह है। यह सूर्य के चारों ओर ग्रह चक्कर लगाती रहती है। यह सौरमंडल के सभी ग्रहों से भिन्न है। इसमें जीवन है। जीवित रहने के लिए ऑक्सीजन है। वनस्पतियों है, इसलिए इसमें हम सब प्राणी रहते हैं। पृथ्वी अपनी दूरी पर ही घूमती रहती है। पृथ्वी का सूर्य के चारों ओर घूमने से ऋतु परिवर्तन होते हैं। ഓക്കെ ഓക്കെ, ജസ്റ്റസ് വായിച്ചു പോയ ബാക്കി മക്കളെ. അതിനിടയിൽ മിസ് ഒരു കാര്യം പറയട്ടെ, കാരണം അടുത്ത ക്ലാസ് കട്ടായി പോയെങ്കിലോ. മിസ് ഒരു കാര്യം പറയാം. ഇന്ന് കഴിഞ്ഞ് വേറൊരു ദിവസം മിസ് ഈ ലെസന്റെ ഇതിന് മുന്നിലുള്ള ലെസൺ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ട് മിസ്സിന് അയച്ചു തരണം. അയച്ചു തരാത്തവര് അത് കഴിഞ്ഞിട്ട് മിസ് അടുത്തത് 9ാമത്തെ ലെസണും കൂടി മിസ് ഗ്രൂപ്പിൽ അയച്ചു തരും, മൺഡേ ഏതെങ്കിലും ഒരു ദിവസം. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, മിസ് അത് അയച്ചു തന്നാൽ നിങ്ങൾ കൃത്യമായിട്ട് നോട്ടിലേക്ക് കവർ ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് മിസ്സിന് സെൻഡ് ചെയ്യണേ. ടെക്സ്റ്റും നോട്ടും ക്ലിയർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സിനെ വേണമെങ്കിൽ സംശയം വിളിച്ചു ചോദിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, ജസ്റ്റസ് വായിച്ചോളൂ. ഗരമി, സരദി, ആദി. സർദി വായിക്കല്ലേ, സർദി, ആദി. വാക്ക് ഋതുയേം सूर्य के प्रकाश के बदने घटने के कारण होती है। दिन रात पृथ्वी का अपनी दूरी पर घूमने से होते हैं। पृथ्वी का जो भाग सूर्य के प्रकाश के सामान्य आता है, वह दिन होता है। और जो भाग प्रकाश के बाहर रहता है, वह रात होती है। अपनी दूरी पर घूमते हुए दिन वाला भाग सूर्य की रोशनी से हट जाता है और वह रात हो जाती है। तथा रातु वाला भाग की किरणों के सामने आ जाता है। इससे उसमें दिन हो जाता है। इस तरह 24
24 ആണ് 24. 24 चोटों के घंटों के घंटों എന്ന് പറഞ്ഞ മണിക്കൂർ घंटों के अंदर में पृथ्वी पर दिन और रात होते रहते हैं. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വേറെ ആരെയും കൊണ്ട് വായിപ്പിക്കാം. ജസ്റ്റസ് ഓക്കെ. पृथ्वी की ജസ്റ്റസ് ഓക്കെ. നെക്സ്റ്റ് ആരെങ്കിലും ഞാൻ വായിപ്പിക്കാം. മിസ് ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങളെ എല്ലാവരെയും ഒന്നും മിസ്സിന് വായിപ്പിക്കാനാവില്ല ഈ ക്ലാസ് ടൈമിൽ. അപ്പൊ മിസ് വായിപ്പിക്കുമ്പോൾ നിങ്ങൾ വായിക്കുന്നവർ മാത്രം ടെക്സ്റ്റ് നോക്കിയിരിക്കുക, ബാക്കിയുള്ളവർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അത് നല്ല പ്രവൃത്തിയല്ല. ജസ്റ്റസ് ആണ് വായിക്കുന്നതെങ്കിൽ ജസ്റ്റസ് വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സും നിങ്ങളും അതുപോലെ മനസ്സിൽ വായിച്ചിരിക്കണം. അതുപോലെ ഇന്നലെ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ ലെസൺ ഒരു 5 പ്രാവശ്യം 5 ദിവസം, തിങ്കളാഴ്ച ഒരു തവണ വായിക്കുക, അല്ലെങ്കിൽ നാളെ ഒരു തവണ വായിക്കുക, തിങ്കളാഴ്ച ഒരു തവണ, അങ്ങനെ 5 ദിവസം അടുപ്പിച്ച് വായിക്കണം. ഒരു പേജ് ഫുള്ള്, ഒരു പേജ് അല്ല, ആ ലെസൺ മുഴുവനും. ഒരു ദിവസം തന്നെ 5 പ്രാവശ്യം എന്നല്ല പറഞ്ഞു. ഒരു ദിവസം ഒരു പ്രാവശ്യം വായിക്കുക, ഒരു ദിവസം ഒരു ലെസൺ മുഴുവനും, ഹമാരി പൃഥ്വിയിലെ ലെസൺ മുഴുവനും വായിക്കുക. പിറ്റേ ദിവസം അത് മുഴുവനും വായിക്കുക. അങ്ങനെ 5 ദിവസം വായിച്ചാലേ നിങ്ങൾ അതിലുള്ള വാക്കുകളെ പരിചയപ്പെടുകയുള്ളൂ കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാൻ വായിപ്പിക്കുന്ന കുറച്ച് പേരും കൂടി വായിപ്പിക്കാൻ സമയത്ത് നിങ്ങൾ ബാക്കിയുള്ളവരെ അവിടെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ചായ കൊണ്ടുവരുന്നുണ്ടോ നോക്കിയിട്ടിരിക്കല്ലേ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ പിന്നെ മനസ്സുകൊണ്ട് ആ ടെക്സ്റ്റിൽ വായിക്കുക. അവർ വായിക്കുന്ന പോലെ നിങ്ങളും മനസ്സിലൊന്ന് വായിക്കുക. ഉറക്കെ അല്ലെങ്കിൽ മനസ്സിൽ വായിക്കുക. ശ്രീവിഷ്ണു റെഡി ആയോ മോനെ? സ്റ്റെക്ക് റെഡി ആയോ? നെറ്റ് പ്രോബ്ലം ആണോ? ശ്രീവിഷ്ണു അഫ്രാസിന് വായിക്കാനാവില്ല മോനെ? അഫ്രാസ് ഒന്ന് വായിച്ചേ. എന്താണ്? പോയി. അഫ്രാസ് റെഡിയാണോ മോനെ വായിക്കാൻ? ഓക്കെ ഓക്കെ, എന്നാ മിസ് വായിച്ചോളൂ മോനെ. അതിന്റെ ബാക്കി വന്നു, ഇടക്ക് വരും ഇടക്ക് പോകും. ശ്രീവിഷ്ണു ആകെ സ്റ്റക്കായിട്ട് എന്താ ചെയ്യണ്ടേ? ശ്രീവിഷ്ണു കേൾക്കുന്നുമില്ല. ഒന്ന് വായിച്ച മോനെ. ആരാണ് വായിക്കുന്നത്? അഫ്രാസ് വീഡിയോ ഓൺ ചെയ്ത് വായിച്ചേ. മറ്റേ വേറെ കണക്ട് ചെയ്യാം. അതിലിപ്പം നെറ്റ് തീരും. ഏതിലാണ്? ആരാണ്? അഫ്രാസ് ആണോ? ആ, അഫ്രാസ്. ഓ അതെയാ, ഓക്കെ. എന്നാ നെക്സ്റ്റ് ഞാൻ ആരെങ്കിലും വായിപ്പിക്കാം. ഹലീമ വായിക്കുമ്പോളെ കുറച്ച് ശ്രമിക്ക്, കുറച്ച് വായിക്കും. മിസ് നോക്കട്ടെ. വായിക്കണം, കുറച്ച് വായിക്കും. മിസ് പറഞ്ഞുതരാം. വേഗം വേഗം, സമയങ്ങളല്ലേ, വേഗം വായിക്ക്. തുടങ്ങിക്കോ, മിസ് പറഞ്ഞുതരാം. നെക്സ്റ്റ് പേജിലെ പൃഥ്വിക്ക് ഊപ്പരി സദഹ് മുതൽ തുടങ്ങിക്കോ. പേജ് നമ്പർ 38. മടിച്ച് വേഗം വായിക്കും. ആദ്യം മടി ഒഴിവാക്കുക. എനിക്ക് വായിക്കാനാവും, എനിക്ക് പഠിക്കാനാവും എന്നൊരു ഉറച്ച വിശ്വാസം എനിക്ക് വേണം കേട്ടോ. ആ, 6ാം ക്ലാസ്സിൽ പഠിക്കേണ്ട പഠിച്ചാലേ 7ാം ക്ലാസ്സിൽ എത്തിയിട്ട് മാർക്ക് വാങ്ങുള്ളൂ. അപ്പൊ നോക്ക്, വായിക്കും, മിസ് ഹെൽപ്പ് ചെയ്യാം. പൃഥ്വി എന്നാണ് ഫസ്റ്റ് വേർഡ്. പൃഥ്വി. ऊपरी सतह को धरातल या स्थलमंडल कहते हैं. इस स्थल भाग में അലീമ, നിന്റെ പേരന്റ് ആരെങ്കിലും ഉണ്ടോ അവിടെ നിന്റെ വീട്ടില്? ആരാ ഉള്ളത്? പറ വേഗം, ആരാ കൂടെ ഉള്ളത്? ആരെങ്കിലും ഉണ്ടോ? ഉമ്മയുണ്ടോ അവിടെ? ഇല്ല. ഉപ്പയുണ്ടോ? ഉപ്പ എവിടെ? തായലാട്ടം പോയി. അതെയാ, പിന്നെ ആരാ ഉള്ളത് കൂടെ? ഉമ്മ എവിടെ പോയത്? ഉമ്മ അവിടെ ആരാ ഉള്ളത് പിന്നെ നിന്റെ കൂടെ?
എന്റെ കൂടെ ആരുമില്ല. നീ തനിച്ചേ ഉള്ളൂ? ആ. ഓ, അപ്പൊ എനിക്കൊന്നും പറയാനില്ല. കാരണം അവരോടൊന്ന് എന്നെ വിളിക്കാൻ വേണ്ടി പറയുന്നതാണ്. അക്ഷരം ഇത് എങ്ങനെ പഠിപ്പിക്കുന്നു ചോദിക്കാൻ വേണ്ടിട്ടാണ് അക്ഷരങ്ങള്. എന്താണ്? അഫ്രാസ് റെഡിയാണോ? നെറ്റ് കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? അഫ്രാസ് റെഡിയാണോ അവനെ? ഹലീമ എങ്ങനെ പഠിക്കും പറ. ഇല്ലേ മിസ്സിനെ വിളിച്ചോണ്ടൊക്കെ ഇന്ന് ക്ലാസ് കഴിഞ്ഞാലും മിസ്സിനെ വിളിച്ചോ. അക്ഷരങ്ങൾ പഠിപ്പിക്കണോ മിസ്? പഠിപ്പിച്ചു. അഫ്രാസ് വായിക്കാന്നാണോ? ശ്രീവിഷ്ണു. ആ വായിച്ചോ. നിന്നെ കാണുമല്ലോ, നീ വായിച്ചോളൂ. ഏഷ്യ, ഉത്തര അമേരിക്ക,